Dear teachers, trainers, educators, public speakers and others, നമ്മുടെ പ്രസൻറ്റേഷനിലൊക്കെ ഉപയോഗിക്കാവുന്ന ചില കഥകളുടെ സീരീസാണ് പറയാൻ പോകുന്നത്. ഒരു രാജ്യത്ത് രാജാവ് അതിമനോഹരമായ ഒരു മ്യൂസിയം പണി കഴിപ്പിച്ചു. ആ രാജ്യത്തിൻ്റെ ലീഗസി, പാരമ്പര്യം, ചരിത്രം ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന രൂപത്തിലുള്ള അതിമനോഹരമായ ഒരു മ്യൂസിയമാണ് അദ്ദേഹം പണി കഴിപ്പിച്ചത്. ഈ മ്യൂസിയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞ് മറുനാടുകളിൽ നിന്ന് വിസിറ്റേഴ്സ് ധാരാളം വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം തൊട്ടയൽക്കത്ത ഏറ്റവും സ്നേഹം ഉള്ള, ഈ രാജ്യങ്ങൾ തമ്മിൽ വളരെ സ്നേഹബന്ധമുള്ള മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരു ദൂതൻ വരികയാണ്. വളരെ നല്ല രൂപത്തിൽ രാജാവ് ഇദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവസാനം മ്യൂസിയം കാണാം എന്നുള്ള രൂപത്തിൽ രാജാവിൻ്റെ അകമ്പടിയോടുകൂടെ ദൂതൻ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തുകയാണ്. അവിടെ ഒരു ബോർഡ് കണ്ടു. ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മ്യൂസിയത്തിനകത്ത് 3 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യാൻ ഉള്ള സമയം. അത് കഴിയുന്നതിന് മുമ്പേ, 3 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ മ്യൂസിയത്തിൻ്റെ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഏതായാലും ദൂതൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. രാജാവ് അവിടെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കടന്ന ഈ ഒരു ദൂതൻ അതിമനോഹരമായ വർണ്ണപ്രപഞ്ചമാണ് അവിടെ അനുഭവിച്ചത്. ഇതൊക്കെ കണ്ട് നല്ല കാഴ്ചകൾ കണ്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വല്ലാതെ വിശക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് അതിനുള്ളിൽ ഭക്ഷണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോയി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ശേഷം ഒന്ന് തൽക്കാലത്തേക്ക് ഒരു റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവിടെ നല്ല മെത്തകൾ വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിൽ പോയി ഇരുന്നതേ ഓർമ്മയുള്ളൂ. പിന്നീട് സ്വാഭാവികമായിട്ടും നിദ്രയിലേക്ക് അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ വന്ന് വിളിക്കുമ്പോഴാണ് അദ്ദേഹം ഉണരുന്നത്. സെക്യൂരിറ്റിക്കാരൻ കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ സമയം വൈകിപ്പോയല്ലോ, അതുകൊണ്ട് പുറത്തു പോകാനുള്ള സമയമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇദ്ദേഹം സമയം നോക്കിയിട്ടുള്ളത്. 3 മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഇദ്ദേഹം പുറത്തേക്ക് എക്സിറ്റ് ഗേറ്റിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. 2 സൈഡിനും മനോഹരമായ നല്ല ധാരാളം ഗിഫ്റ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കൊണ്ടുപോകാനാണ്. രത്നങ്ങളൊക്കെ പതിച്ച ഗിഫ്റ്റുകളാണ്. പക്ഷേ ഒരു ഗിഫ്റ്റ് പോലും പുറത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം നിബന്ധന പാലിച്ചില്ല എന്നതാണ്. ഇനി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കുക. നമുക്ക് നല്ല ആരോഗ്യമുള്ള, എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യമുള്ള ജീവിതം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജീവിതം, ഈ മ്യൂസിയത്തിനകത്തുള്ള 3 മണിക്കൂർ പോലെ നമുക്ക് ലഭിച്ച ഈ ഒരു അവസരങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വളരെ വ്യവസ്ഥാപിതമായി, കൃത്യമായി ആലോചിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വരുന്ന കാലത്തേക്ക്, നമ്മുടെ ഇനി വരുന്ന വർഷങ്ങളിലേക്കാകാം, അല്ലെങ്കിൽ ഹിയർ ആഫ്റ്റർ, മരണത്തിന് ശേഷമാകാം, എല്ലായിടത്തും നമുക്ക് നല്ല രൂപത്തിലുള്ള ജീവിതം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇല്ലെങ്കിലോ ഇദ്ദേഹം പുറത്തിറങ്ങിപ്പോയതുപോലെ ഒരു ഗിഫ്റ്റ് പോലും എടുക്കാതെ നമ്മൾ പുറത്തു പോകേണ്ടി വരും. ഇനി സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ. ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്ത ഒരു കുട്ടി, +1 +2 കോഴ്സിന് ജോയിൻ ചെയ്ത ഒരു കുട്ടി ഇതേപോലെ മ്യൂസിയത്തിനുള്ളിൽ അവൻ ആണെന്നും അവിടെ എല്ലാം ശരിക്കും നല്ല രൂപത്തിൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ച് ആ കണ്ടീഷൻ അനുസരിച്ച്, നിബന്ധന അനുസരിച്ച് ജീവിച്ചാൽ +2 കഴിയുമ്പോഴത്തേക്ക് നല്ല റിസൾട്ടും നല്ല കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനൊക്കെ കിട്ടും. ഇല്ലെങ്കിലോ നഷ്ടപ്പെട്ടു പോകും. കോളേജ് കഴിയുമ്പോഴത്തേക്ക് ജോലി കിട്ടുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്. അവർ ആ കോളേജ് ജീവിതം ഈ മ്യൂസിയത്തിനുള്ളിൽ സ്പെൻഡ് ചെയ്യുന്നത് പോലെ ജുഡീഷ്യസ്ലി നന്നായിട്ട് ശ്രദ്ധിച്ച് ജീവിച്ചവരായിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എവരിവൺ ഇൻ യുവർ ലൈഫ്. താങ്ക് യു.